അത് പിന്നീട് കുന്നോളം ഇതാ ആകാശത്തോളം മോഹിച്ചാൽ കുന്നോളം കിട്ടുന്നില്ല, കുന്നോളം മോഹിച്ചാൽ കുന്നിക്കുരുവോളം കിട്ടുമാണ്. അത് കൽബാൻ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ കൂടി തോന്നില്ല. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഓസ്കാർ വേദിയിൽ പോയ ഒരു സിനിമയെ പോലെയാണ് എൻ്റെ ഒരു ആൽബം മില്യൻ സജ്ജഡ്. എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത് ആദ്യമായിട്ട് പാടിപ്പിച്ചത് മേച്ചേരി മൊയ്തുക്ക എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ എന്നെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയത് താഴത്ത് മൊയ്തു എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ബന്ധുവാണ്, കൂട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ റഫീഖ് റാവുത്തർ എന്ന് പറയുന്ന കൈരളി ചാനലിൻ്റെ തെക്കുവ എന്നൊരു പ്രോഗ്രാമിൽ അവിടെ എനിക്ക് ഭാഗ്യമാണ്, എൻ്റെ ഭാഗ്യം നോക്കണം. കടലിൽ കുറേ ദൂരത്ത് ചുറ്റും ആകാശവും കടലും മാത്രം ഉണ്ടാകുന്ന ഒരു ഏരിയ, എത്രയോ ദൂരത്ത് ബേപ്പൂരിൽ നിന്ന് ബോട്ടിൽ പോയിട്ട് അവിടെ നിന്നായിരുന്നു വേറൊരാളെ പാട്ട് ഷൂട്ടിങ് ഈ കേരളി ചാനലിൻ്റെ തക്കുവ എന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് കാസറ്റായിരുന്നു സെറ്റിലിടുക, പ്ലേ ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കണം. അവിടെ നിന്ന് ഈ കാസറ്റിൻ്റെ റീല് പൊട്ടിപ്പോയി. ഞാൻ എൻ്റെ കാസറ്റ് റെക്കോർഡ് ചെയ്ത 2 എണ്ണം എടുത്തിന്. എനിക്കറിയാം റീൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ അഭിനയിക്കേണ്ട ഈ പാടേണ്ട ആഗ്രഹം കൊണ്ട് 2 എണ്ണം കരുതിയത്. അപ്പോൾ എന്നാൽ പിന്നെ ഏകദേശം അവരൊക്കെ തീരുമാനിച്ചു, ഏതായാലും ഇത്രയും ദൂരം പിന്നെ കരക്ക് മടങ്ങിപ്പോകണ്ടേ, താജ് പാടിയ പാട്ട് ഇവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പറയും. ആകാശവും കടലും മാത്രം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഫ്രെയിം വെച്ച് തരുന്നത് റഫീഖ് റാവുത്തർക്കാണ്, മൊയ്തു താഴത്ത്. അവിടെ നിന്നാണ് എനിക്ക് അവിടെയും ഭാഗ്യം അനുകൂലമായി. അതെൻ്റെ ഉപ്പയുടെ പാട്ട് ദർജപ്പൂ മോളല്ലേ എന്നുള്ള പാട്ടിൻ്റെ ട്യൂണിൽ റമദാൻ അനുബന്ധിച്ചുള്ള വരികൾ എഴുതിയ ഒരു പാട്ടായിരുന്നു. പിന്നെ മില്യനും സജ്ജേട്ട്, അവിടെ മില്യനത്തിലെത്തിയതിൻ്റെ ശേഷം കുറേ വർക്കുകൾ